നമ്മൾ വാട്ടർ ക്രാബിനെയാണ് എടുക്കുക. വാട്ടർ ക്രാബിനെ എടുത്തിട്ട് അതിന് വേണ്ട മിനറൽസും ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ട് ആ മഡ് ക്രാബിനെ നമ്മൾ ആ വാട്ടർ ക്രാബിനെ നമ്മൾ മഡ് ക്രാബ് ആക്കി മാറ്റാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു ക്രാബിന് ഏകദേശം എത്ര രൂപ ഉണ്ടാവും? ഇതിപ്പോൾ നമ്മളൊരു വാറ് തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ 1 kg പ്ലസ് ആണ്. ഇത് ഡബിൾ എക്സൽ കാറ്റഗറി പെടുന്ന ഞണ്ടാണ്. 1 kg പ്ലസ്. അപ്പോൾ 1 കിലോയ്ക്ക് ഒരു ഞണ്ടിന് വന്നിട്ട് 3000 രൂപേൻ്റെ അടുത്തുണ്ട്. 3000 രൂപ അത്രയും വില വരുന്ന ഞണ്ടാണ് അല്ലേ? ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വാറ് കാരണമൊക്കെ ആയിട്ട് 2500 ആണ്. ഒരു 500 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഈ ഞണ്ടിന്റെ കൂട്ടിൽ വരുന്ന വേസ്റ്റ്, ഇതിന്റെ കാട്ടം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ട് സ്റ്റോർ ചെയ്യും. നേരെ അടിയിലേക്ക് ഈ ടാങ്കിൽ വിരിക്കും. ഈ ടാങ്കിൽ നിന്ന് ഒരു സബ്മേഴ്സിബിൾ മോട്ടോർ വെച്ചിട്ട് നമ്മൾ നേരെ വേറൊരു കാനിസ്റ്റർ ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ നമ്മളിവിടെ മേക്ക് ചെയ്താണ്. അപ്പോൾ ഇതിലൊരു 8 തരത്തിൽ കൂടുതൽ ഫിൽറ്റർ മീഡിയാസ് ഉണ്ട്. അതിലൂടെ എല്ലാം വെള്ളം ഫിൽറ്ററായി വന്നിട്ട് ഈ ടാങ്കിലേക്കാണ് വരിക. ഇതിലാണ് നമ്മളെ കാര്യമായിട്ടുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അമോണിയൻ്റെ ഒരു കൺവേർഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അമോണിയാണ് ഇതിന് ഏറ്റവും പ്രശ്നക്കാരൻ. അത് ഇവിടെ വെച്ചിട്ട് ക്ലിയർ ആക്കും. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം നല്ല പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ നേരെ ഈ ടാങ്കിലേക്കാണ് എടുക്കുക. ഇതിൽ നല്ല കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളൊരു ഓസോൺ ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്, UV ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഈ വെള്ളം നേരെ മുകളിലേക്ക് നേരെ സിസ്റ്റത്തിലോട്ട്. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. അതാകുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഞാനൊരു 15 ദിവസത്തിന്റെ ഇടയിൽ ഒരു 1/4 വെള്ളം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു 1200 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു 300 ലിറ്റർ വെള്ളം മാറ്റി കൊടുക്കും. എന്നിട്ട് വീണ്ടും ആഡ് ചെയ്യും.